കേരളം ഇലക്ഷൻ ചൂടിലാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന ചർച്ചകളും സ്ഥാനാർത്ഥികളുടെ മത്സരങ്ങളും പല വാഗ്ദാനങ്ങളും കാണുന്നു. എനിക്ക് പറയാനുള്ളത്, രാജ്യങ്ങളുടെ നിലനിൽപ്പിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബിസിനസ്സുകളും വ്യവസായങ്ങളും. നമുക്കറിയാം, ജപ്പാൻ ഇന്ന് എത്രത്തോളം മഹത്തരമായ ലോകത്തെ ഒരു രാജ്യമാണ്. ഏകദേശം 45,000-ഓളം കമ്പനികൾ, 100 വർഷം പിന്നിട്ട കമ്പനികളുടെ ഒരു മഹാരാജ്യമാണ്, അല്ലെങ്കിൽ ഒരു മഹത്തായ രാജ്യമാണ് ജപ്പാൻ. ഇത്തരത്തിൽ ബിസിനസ്സുകളെയും വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചർ നടത്തി തരുന്ന ആളുകൾക്കായിരിക്കണം നമ്മുടെ വോട്ടുകളും. ആ രീതിയിലുള്ള ലീഡർഷിപ്പിലോട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മാറുകയും വേണം. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ 2 പാസ്പോർട്ടുകൾ 190-ലധികം രാജ്യങ്ങൾക്ക് ഓണറേബിൾ എൻട്രി ഉള്ളതാണ് സിംഗപ്പൂരും ജപ്പാനും. ഇവരെല്ലാം ഇത് നേടിയെടുത്ത് ഇത്തരത്തിൽ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ആ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാനിട്ടല്ല. നമുക്കറിയാം, ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ സംഭവിച്ച ഇതേ ജപ്പാനിലാണ്. പക്ഷേ ഇന്ന് 45,000-ലധികം കമ്പനികൾ 100 വർഷം പിന്നിട്ടു. 1000 വർഷം പിന്നിട്ട കമ്പനികൾ പോലും ആ രാജ്യത്ത് നിലനിൽക്കുന്നു. നമ്മളെ നാട്ടിൽ 5 വർഷവും 10 വർഷവും നിലനിൽക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻഡസ്ട്രിയും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഡാറ്റയിലോട്ട് നോക്കുമ്പോൾ 20-ൽ താഴെ കമ്പനികൾ മാത്രമാണ് 100 വർഷത്തിലപ്പുറം പാരമ്പര്യം പറയാനുള്ളൂ. ഇത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ ബിസിനസ് ലോകത്തെ അല്ലെങ്കിൽ വ്യാവസായിക ലോകത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇക്കോസിസ്റ്റം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ സമൂഹത്തിലെ ഓരോ പൗരന്മാർക്കും അതിൽ പങ്കുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, അതിലേറെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുണ്ട്. സ്ഥായിയായ കൺസിസ്റ്റൻ്റായ സ്ട്രാറ്റജികളിലൂടെ മാത്രമാണ് ഇത്തരം ഡെവലപ്മെൻറ്റുകൾ ലോകത്ത് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അതിലൂടെ നമുക്ക് ലോകത്തെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മാൻ പവർ, നമുക്കറിയാം, ചൈന ഇന്ന് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരതിനെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് വളർന്നു വരുന്നത് ചൈനയാണ്. ഈ ചൈനയുടെ മേലെ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ്. പല കാരണം കൊണ്ടും, പ്രത്യേകിച്ച് കാലാവസ്ഥാ കാരണം കൊണ്ടും, എല്ലാ കാലത്തും മാക്സിമം മാൻ പവറുകളും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ വളരെ ഫലഭൂയിഷ്ടമായൊരു മണ്ണാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഈ രാജ്യത്തിന് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതിലോട്ട് ആ രാജ്യത്തെ ഇന്ന് കാണുന്ന ബിസിനസ്സുകളെ, ഇന്ന് കാണുന്ന ഇവിടുത്തെ വ്യവസായങ്ങളെ അടുത്ത 100-500 വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള രീതിയിൽ ആ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വളർന്നു വരുന്നതോടുകൂടി ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും, തൊഴിൽ വേണ്ടവർക്ക് തൊഴിലും, ബിസിനസ്സുകാർക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും, ലോകം മുഴുവൻ ഇന്ന് ലോകം മുഴുവൻ ചൈനയുടെ കസ്റ്റമറാണ്. അത് നാളെ ഇന്ത്യയുടെ കസ്റ്റമറാക്കി മാറ്റാൻ കഴിയുന്ന സ്ട്രാറ്റജിയുള്ള ലീഡേഴ്സ് നമുക്ക് കയറി വരട്ടെ. അവരായിരിക്കട്ടെ കേരളം ഭരിക്കുന്നതും ഇന്ത്യ ഭരിക്കുന്നതും. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.